കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് 2009 മോഡൽ ഒരു ഇന്നോവ. അതൊരു ചെന്നൈ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് നമ്മളുടെ ഇവിടെ വർക്കിന് വേണ്ടി വന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയുന്നത്. റൈറ്റ് സൈഡിൽ വണ്ടി ബാക്ക് ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ ലീക്കേജ് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ ലീക്കേജ് ചെക്ക് ചെയ്തപ്പോൾ വാട്ടർ ലീക്കേജ് പറഞ്ഞത് നമ്മുടെ സൈഡ് ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടല്ലോ, ഏറ്റവും ബാക്കിൽ വരുന്ന റൈറ്റ് സൈഡ് ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് ആണ് വാട്ടർ ലീക്കേജ് വരുന്നത്. അത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് കറക്റ്റായിട്ടല്ല ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് അല്ലാത്ത കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഇരിക്കുന്ന ആ ഒരു പോർഷൻ കറക്റ്റ് ലെവലായിരുന്നില്ല. അപ്പോൾ നമ്മൾ സിലിക്കോൺ ഇട്ട് സെറ്റ് ചെയ്യുമ്പോൾ അത് എല്ലാ ഏരിയയിലും പ്രോപ്പറായിട്ട് സീറ്റിംഗ് ആയിരുന്നില്ല. അപ്പോൾ അതുവഴി ആ ഒരു റൂട്ടിൽ കൂടെയാണ് വാട്ടർ ലീക്കേജ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വണ്ടി ആ ഒരു സൈഡ് ശരിക്കും നല്ല രീതിയിൽ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ അത് പുട്ടി ഇട്ടിട്ടാണ് അവർ അതിൻ്റെ ആർച്ചും കാര്യങ്ങളൊക്കെ ഷേപ്പിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡ് തന്നെ ഫ്രണ്ടിലെ ക്വാർട്ടർ ഗ്ലാസ് ചെറിയ രീതിയിൽ ഷേക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും റിമൂവ് ചെയ്തിട്ട് അത് നമ്മൾ റീഫിറ്റിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ ഗ്ലാസ് വിൻഷീൽഡ് ഗ്ലാസിൻ്റെ അവിടെ നിന്ന് ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് അത് റെഡ് കളർ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി നമ്മൾക്ക് അടിക്കാൻ പോണ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ റെഡ് കളർ ഉണ്ടല്ലോ, ഫയർ റെഡ് എന്നങ്ങാണ്ടെന്നുണ്ട് അതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ആ ഒരു കളറാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു വർക്ക് ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഫ്രണ്ടിൽ പറഞ്ഞ ഈ ഒരു ഫ്രെയിം ഇതിൻ്റെ ബെൻഡായിരുന്നു. ബെൻഡിൽ നിന്ന് മാത്രമല്ല ഈ ഒരു ഭാഗം തന്നെ ഇന്നർ സൈഡിലേക്ക് പോയേക്കായിരുന്നു. റേഡിയേറ്ററിൻ്റെ ഈ ഒരു ഗ്യാപ്പേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ വലിച്ച് ക്ലിയർ ചെയ്തെടുത്തു. അതിന് ശേഷം ഈ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അതെന്താണെന്നറിയില്ല, മുന്നേ വർക്ക് ചെയ്തവർ അതെടുക്കാൻ വിട്ടുപോയതാണോ എന്നറിയില്ല. ആ ഒടിഞ്ഞ ബോൾട്ട് നമ്മൾ നോസിൽ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അതിന് ശേഷം ആ ഒരു നെറ്റ് ബോൾട്ട് നമ്മൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു. ഈ ഒരു ഫ്രെയിം നമ്മൾ സ്ട്രോങ് ആക്കി എടുത്തു. ഈ ഒരു ഫ്രെയിം സ്ട്രോങ് ആക്കി എടുത്താലാണ് നമ്മളുടെ ആ ഒരു ഫ്രണ്ടിൽ വരുന്ന സെറ്റിങ് തന്നെ പ്രോപ്പറാക്കുള്ളൂ. നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ ഈ ഫോഗ്ലാമിൻ്റെ ഈ ക്രോം അടക്കം നമ്മൾ പിയാനോ ബ്ലാക്ക് ആണ് അടിക്കുന്നത്. ബാക്കിൽ ഡിക്കിയുടെ ക്രോം, ഫ്രണ്ടിലെ ഗ്രില്ല്, ഹാൻഡിലുകൾ ഇതൊക്കെ പിയാനോ ബ്ലാക്ക് അടിക്കുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പോയിലാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വണ്ടി ഇവിടെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഇവിടെ എൻജിൻ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടൊന്നും ഇവിടെ പെയിൻറ്റിങ് ചെയ്യണത്. എന്നാൽ പോലും നമ്മളതിലുള്ള വയറിങ് ഹാർനസും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് എത്താത്ത രീതിയിൽ മാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതേപോലെ തന്നെ എൻജിൻ്റെ അപ്രാം വരുന്ന 2 ഭാഗങ്ങളിലും പെയിൻറ്റിങ് എത്താവുന്ന രീതിയിലുള്ള മാസ്കിങ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ് ആയിട്ട് നമ്മളിവിടെ ഓരോ വണ്ടിയും തന്നെ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി പഴയ മോഡൽ റെഡ് കളർ വണ്ടിയായിരുന്നു. ആ വണ്ടി നമ്മൾ കളർ അടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്രാം റോസുകളിലും ആ ഒരു സെയിം കളർ അവിടെ എത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഒരു വ്യക്തിക്ക് എന്തായാലും മനസ്സിലാവില്ല ഇതൊരു റീപെയിൻറ്റഡ് ആയിട്ടുള്ള വണ്ടിയെന്ന് മനസ്സിലാവാത്ത രീതിയിൽ പരമാവധി നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ടൊയോട്ടയുടെ ലോഗോ, അതുപോലെ ഫോഗ്രാമിൻ്റെ ഈ ഒരു ക്രോം, അപ്പോൾ അതേപോലെ ഈ ഒരു ക്രോം, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് പെയിൻറ്റിങ് ചെയ്യാനായിട്ട്. അതും ഇപ്പോൾ ഒരക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്ലോ ഫിനിഷിങ് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മിററുമ്പോൾ വരുന്ന
ഒരു ഓയിൽ ഫിനിഷിങ്ങുള്ള മിററാണ് ഇതിൽ നമ്മൾ വയ്ക്കുന്നത്. അതിൻ്റെ ക്യാപ്പ് നമ്മൾ അയച്ചെടുത്തു. ഈ സാധനങ്ങളൊക്കെ പിയാനോ ബ്ലാക്കാണ് കേട്ടോ അടിക്കാൻ പോകുന്നത്. അലോയ് വീലും കാര്യങ്ങളൊക്കെ നല്ല മോശം കണ്ടീഷൻ തന്നെയായിരുന്നു. അപ്പോൾ അത് മാക്സിമം നമ്മൾ ബോഡി ഫില്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് ഷേപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രൈമർ കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മാസ്കിങ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഹോണും കാര്യങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലായിരുന്നു സെറ്റിങ് ഉണ്ടായിരുന്നത് കേട്ടോ. ചെറിയ ക്ലാമ്പൊക്കെ ഇട്ടിട്ട് ടൈയൊക്കെ അടിച്ചിട്ടായിരുന്നു ഹോൺ ഇത്ര വലിയ ഹോൺ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തെടുത്ത് അത് പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ 8 വോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്, അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരുപാട് വയർ ഹെഡ്ലൈറ്റിൻ്റെ വയർ ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്നു. അതായത് 2 പ്രാവശ്യം അവർ ഹെഡ്ലൈറ്റിൻ്റെ റിലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം വെറുതെ ആവശ്യമില്ലാത്ത വയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നത് നമ്മൾ കളയണം കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ മെറ്റാലിക്കൊക്കെ വരുന്ന ഒരു നല്ല കളറാണ് കേട്ടോ ക്രിസ്റ്റയുടെ ഈ റെഡ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ അലവിലും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹാൻഡിലുകളും പിയാനോ ബ്ലാക്ക് അടിച്ചു, അതേപോലെ ലോഗുകൾ, അതേപോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കവറ്, മിററിൻ്റെ കവറ്, ഗ്രില്ല്, അലോയ് കാര്യങ്ങളൊക്കെ അടിച്ചു. അപ്പോൾ അലോയ് അടിച്ചപ്പോൾ നമുക്ക് ഈ ഒരു സാധനങ്ങൾ അടിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മളിപ്പോൾ രണ്ടാമത് അടിക്കണം. അത് വിട്ടുപോയവർ തയ്ച്ചെടുത്തിട്ട് അടിച്ചത്. അപ്പോൾ ഇതെന്തായാലും ബ്ലാക്ക് അടിക്കണം, നല്ല ഭംഗി വരുള്ളൂ. അതേപോലെ കസ്റ്റമറുടെ ആഗ്രഹപ്രകാരം നമ്മൾ ഈ ഒരു ഇത് യെല്ലോ കളർ അടിച്ചിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ പ്രകാരം അടിച്ചതാണ്. അത് കാലിബർ എല്ലാം അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി സെറ്റിങ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. ഇപ്പോൾ എല്ലാ സാധനങ്ങളും പിയാനോ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ അടിച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്യാൻ നമുക്ക് ഗ്ലാസ്സുകൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി പണിക്ക് പോവാം കേട്ടോ. Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off and get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down, I'll be getting loud. You can have your doubts, not what I'm about, have your fucking clout. It be raining now, I keep making sound, go another round, bitch I'm legend bound, can't stop me now. You don't wanna fuck with me, a slow burn like a disease. Just tell me that I can and I'll show you things that you couldn't believe. Just tell me that I can. 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 Cause I just wanna hear it out your mouth, yeah. Give me fuel, it's a tool that I use to go ahead and run my fucking mouth, yeah. I take shots, I take loss, I make shots, I miss lots. That's how you get big box, you get yachts, you swing lots and pop off. A